3 ഡോറിൽ JSW ഇഷ്യൂഡ് ആയതുകൊണ്ട് വേണം ലോൺ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യാം അല്ലേ? ഇനിയിപ്പോൾ NOC ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിലും വിളിച്ചാൽ അല്ലേ? ഇത് നമുക്ക് ഫൈനൽ 7 ലക്ഷത്തിന് നമ്പർ ആയി കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി കേരള നമ്പർ ആയി കൊടുക്കാം. അടിപൊളി. അതുപോലെ തന്നെ അടുത്തത് നല്ല വർക്കൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. 13 രജിസ്ട്രേഷൻ. ക്രിസ്റ്റയുടെ വീലുണ്ട്, പ്രോജക്ടർ ഹെഡ്ലാമ്പ് ഉണ്ട്. ഇത് നമുക്ക് ഓഫർ റേറ്റിൽ 12.25 നമ്പർ ആയി കൊടുക്കാം. 12,75,000 രൂപയ്ക്ക് കേരള നമ്പർ ആക്കി പേപ്പർ ആക്കിയിട്ട് അത് ഓട്ടോമാറ്റിക് വണ്ടിക്കോ കൊടുക്കാം. അതെയോ? ഈ ഒരു ഷോറൂമിൽ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ നിങ്ങളെ കാണിച്ചിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റിൽ തരാൻ പറ്റുന്ന നല്ല അടിപൊളി വണ്ടികളായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് കാണിച്ച വീഡിയോയിലുള്ള ഒറ്റ വണ്ടി പോലും നിലവിൽ ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് നല്ല കിടിലം പ്രൈസിലൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അത് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ഒരുവിധം വണ്ടികളെല്ലാം സെയിലായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഇന്നോവയും അതുപോലെ തന്നെ ക്രിസ്റ്റയുണ്ട്. അതുപോലെ തന്നെ നല്ല കിടിലിനൊരു മിനി കൂപ്പർ എടുപ്പുണ്ട്. കൂപ്പർ S ആണ്, 3 ഡോറാണ്. അതുപോലെ തന്നെ ക്യാമറി, ടൊയോട്ടയുടെയൊക്കെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തോന്നുന്നല്ലോ നമ്മുടെ ഡിവൈൻ ഡ്രൈവിലാണ്. ഈ ഡിവൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊടുവള്ളിയാണ്. അതായത് കൊടുവള്ളി ടൗണിലേക്ക് എത്തണ്ട, കോഴിക്കോട് നിന്ന് വരുമ്പോൾ സൗത്ത് കൊടുവള്ളി എന്ന് പറയും. ആ ഒരു ഹൈവേ സൈഡിൽ തന്നെയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്പർ വെച്ചിട്ടുണ്ട്, എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഷിബി ബ്രോനെ വിളിച്ചാൽ മതി. പിന്നെ എല്ലാത്തിൻ്റെയും ഇന്ത്യയിൽ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, മാക്സിമം ഞാൻ വേഗം പറഞ്ഞുവിടാം. അപ്പോൾ എന്തായാലും റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്, കയറി കാണാൻ മറക്കണ്ട. കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ മെയിൻ കാര്യം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് ലൈക്കും ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് സൗകര്യം മാത്രം ഇട്ടാൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് എല്ലാവരിലേക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയാണ്. കാരണം പലരും ഇതേപോലത്തെ വണ്ടികൾ അന്വേഷിക്കുന്നുണ്ടാവും, അവർ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വണ്ടികളുള്ളത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരിലൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും വേഗം ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിവൈൻ ഡ്രൈവിൽ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ഷെബി ബ്രോ ആണ്. ഷെബി ബ്രോ, ഞാനിവരോട് ഇൻട്രോയിൽ പറയായിരുന്നു, അതിന് മുമ്പ് റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. തുടങ്ങിയല്ലോ നമ്മള് നമ്മുടെ 2026 ആദ്യത്തെ വീഡിയോ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇവരോട് ഇൻട്രോയിൽ പറഞ്ഞേ, നമ്മൾ ഇന്ന് വരെ കാണിച്ചിട്ടുള്ള വണ്ടികളുടെ ഒക്കെ ക്വാളിറ്റി കിടിലനായിരുന്നു അല്ലേ? കിടിലൻ പ്രൈസിൽ. അതെ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഒരാൾ പോലും ഇതുവരെ എനിക്ക് കമന്റിൽ പോലും ഒരു ഇത് പറയാത്തൊരു ആൾക്കാരാണ് നിങ്ങൾ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കുമോ? അതായത് ഓഫറിൽ കൊടുക്കാം. അതെ, പുതുവർഷമൊക്കെയാണ് അല്ലേ? മാത്രമല്ല ഒരു വർഷം അങ്ങോട്ട് മാറിയപ്പോൾ വിലയും കുറയണം. അടിപൊളി. എന്നാല് നിങ്ങൾ മാക്സിമം വില കുറച്ച് പറഞ്ഞാൽ കേട്ടോ. കൊടുക്കാം. ആദ്യത്തെ വണ്ടി തന്നെ ക്യാമറി 2017 വണ്ടി, ഹൈബ്രിഡ്. 17 ഹൈബ്രിഡ് അല്ലേ? അതെ, സെക്കൻഡ് ഓണർ വണ്ടി. പെട്രോൾ ഹൈബ്രിഡ് അല്ലേ വരിക? പെട്രോൾ ഹൈബ്രിഡ്. എന്തെങ്കിലും അപാകതകളായിട്ട് പറയാനുണ്ടോ? ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അതെ അല്ലേ? ഫുള്ള് ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയുള്ളൂ അല്ലേ? അതായത് ആലോചിക്കണം നിങ്ങൾ, 88 എന്നൊക്കെ പറഞ്ഞാൽ പെട്രോൾ ടൊയോട്ടയുടെ വണ്ടീനെ സംബന്ധിച്ച് ഒന്നുമല്ല. അതെ. ഇത് വേറെ തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. നിലവിൽ MH ആണ്. നമ്പർ ആക്കിയിട്ടില്ല, NOC എടുത്തിട്ടില്ല. അല്ല, പേപ്പർ ആക്കി കൊടുക്കും. ആക്കി കൊടുക്കാം, എങ്ങനെയും ചെയ്യാം. NOC ലോൺ അങ്ങനെ കൊടുക്കാം. ഇനി അവിടെ തന്നെ നമ്പർ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ എങ്ങനെ വേണം, എന്ത് സൗകര്യം വേണം ചെയ്ത് കൊടുക്കാം. ഒരു ആക്സിഡന്റ് റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. പിന്നെ വേറെ കാണിച്ചു ഇവിടെ, ഇതിപ്പോ പ്രൈസ് എത്രയാ? റേറ്റ് നമ്മളത് 990 ചോദിക്കുന്നത്. അതായത് NOC പേപ്പർ ആക്കാൻ എത്ര രൂപ വരും? ഒരു 3-3.25 അറേഞ്ച് ചെയ്യും. അത്രയും വരുന്നില്ലേ? ടൊയോട്ടയുടെ ഒരു പ്രീമിയം വണ്ടി തന്നെയല്ലേ? അതെ. എനിക്ക് തോന്നുന്നു 10-35 ലക്ഷം രൂപ വിലയില്ലേ? അതിന്റെ മുകളിലുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ആ ഒരു 3-3.5 ലക്ഷം രൂപ പേയ്മെന്റ് വരുന്നത്. ഇത് മൈലേജ് ആണ് ഹൈലൈറ്റ്. പിന്നെ എല്ലാവർക്കും അറിയാം, ഹൈബ്രിഡ് 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് 20 എന്തായാലും കിട്ടും. ഇത് മൈലേജിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് എഞ്ചിൻ ആണ് അല്ലേ? അതെ, എല്ലാ ഭാഗവും ഓക്കെയാണ്. ഒരു 30 വയസ്സുള്ള ഒരാൾ അടുത്ത 30 കൊല്ലം ഉപയോഗിക്കാൻ ഈ സാധനം മേടിച്ചത്. അതാണ് അതിന്റെ ഗുണം കേട്ടോ. ഇത് റീസെന്റ് ഷോറൂമിൽ നിന്ന് ബാറ്ററി ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്തതാണ്. എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ്, ഒരു അപാകതയില്ല. എല്ലാ ഭാഗങ്ങളും. ഓക്കെ. എന്തായാലും 9,90,000 NOC പ്രൈസ് ആണ്. ബാക്കി പേപ്പർ ആക്കാനുള്ള പൈസ കൂട്ടണം. അടുത്ത ഒരു കിടിലൻ സാധനമാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി സാധനം. അതെ, കൂപ്പർ S JCW കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. JCW ചെയ്തല്ലേ? അത് ആ ഒരു വ്യത്യാസം വണ്ടിക്ക് അറിയാം അല്ലേ? അതുപോലെ തന്നെ അലവിലൊക്കെ അത്യാവശ്യം നല്ല പൈസേന്റെ സാധനമാണ്, മാറ്റി ചെയ്താണ്. ഇത് മോഡൽ ഏതാ? ഇത് 2015 വണ്ടി. 15 അല്ലേ? 15 വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 15 പെട്രോള് സിംഗിൾ ഓണർ ആണ്. ഇത് എനിക്ക് തോന്നുന്നു അന്നത്തെ ഏറ്റവും കൂടിയ വേരിയന്റ് തന്നെയല്ലേ? അതെ. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇത് കമ്പനി വരുന്ന കളറാ? കുറച്ച് JCW ആകുമ്പോൾ കുറച്ച് വർക്ക് ആകുമ്പോൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ബ്ലാക്ക് കമ്പനി വരുന്നതാണ്. ഇതിപ്പോ നിലവില് ഡൽഹിയിലാണല്ലോ, പക്ഷെ ഇപ്പോൾ NOC ഓൾറെഡി ഇഷ്യൂഡ് ആണ്. എവിടേക്കുള്ള? ഇവിടെ കേരളത്തിലേക്ക് ഓക്കെ. ഇതിപ്പോ വണ്ടി നിലവിൽ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? പിന്നെ 2015 പറഞ്ഞു. 15 വണ്ടി. കിലോമീറ്ററോ? 80,000 അല്ലേ? ഓക്കെ. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ. അതായത് നമുക്ക് ഓഫർ റേറ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഈ 3 ഡോർ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കംപ്ലൈന്റ് വളരെ കുറവല്ലേ? കൂപ്പർ S അല്ലേ? പിന്നെ പെട്രോൾ 13 മൈലേജ് കിട്ടൂലേ? 10-12 അല്ലേ മാക്സിമം? കൂളിംഗ് ഒക്കെ ചെയ്ത് നല്ല നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വില? നമ്മൾ 18,000 ചോദിക്കും. 18 നമ്മൾ ഫൈനൽ ആയി കൊടുക്കാം.
18 ലക്ഷം രൂപ. അതായത് അത് NOC NOC 18 ലക്ഷം രൂപ. ഇവിടെ പേപ്പർ ആക്കുമ്പോൾ എത്ര വരും? 3 രൂപ ആണോ? ഒരു 3 രൂപ റേഞ്ച് എന്തായാലും 45 ലക്ഷം 50 ലക്ഷം വിലയുള്ള വണ്ടിയല്ലേ? 60ന്റെ റേഞ്ച് വരും. ഇപ്പൊ പുതിയ വില കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ വേണേ നോക്കിക്കോളൂ. കിഡിലൻ സാധനം. അതായത് 3 ഡോറിൽ JSW ഇഷ്യൂഡ് ആയതുകൊണ്ട് വേണം ലോൺ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യാം അല്ലേ? ഇനിയിപ്പോ NOC ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലോൺ വേണമെങ്കിലും വിളിച്ചാലേ പെട്ടെന്ന് ഒരു 10 days കൊണ്ട് പരിപാടി കഴിയും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വേണേ നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ മാക്സിമം കുറയാനുള്ള കുറച്ച് കൊടുക്കൂലേ? കുറച്ചിട്ടാണ് പറഞ്ഞത്. എങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കുക. എനിക്ക് നോക്കാം നമ്മുടെ ആൾക്കാർക്ക് വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം കുറച്ചായി. ഓക്കെ, അപ്പൊ അതിന് അടുത്തായിട്ട് കുറച്ച് ഇന്നോവകൾ കാണിച്ചു തരാം. നമ്മുടെ മെയിൻ സാധനം അല്ലേ? അതെ, ഇന്നോവ ഈ ഫസ്റ്റ് വണ്ടി ഇതേതാ മോഡൽ? 2012 V ആണ്. അടിപൊളി. 12 ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. നല്ല ക്ലീൻ വണ്ടി അല്ലേ? സിംഗിൾ ഓണറാ? ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് അന്നത്തെ ആ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ 4 ടയറും പുത്തൻ ടയറാണ്. അലോവിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു ഇപ്പൊ ഈ വണ്ടിയൊക്കെ ഇത് റിയല്ലേ? നമ്പർ ആയിട്ടില്ല, ഇതൊക്കെ നിങ്ങൾ വന്നിട്ട് ഒന്ന് റീഫോർഡ് എന്തായാലും ചെയ്യൂലേ? പെയിന്റിംഗ് കാര്യങ്ങൾ ടൈപ്പ് 4 കൺവേർഷൻ എല്ലാം ചെയ്യുന്നതാണ്. അതായത് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഗ്യാരണ്ടി. ഓക്കെ, 12 അല്ല പറഞ്ഞേ? 12 1.90 ഓട്ടം. വണ്ടി 1.90 ജെനുവിനാ? ജെനുവിൻ. ചെക്ക് ചെയ്തെടുക്കാം അല്ലേ? നമുക്ക് വില എത്ര വരുന്നുണ്ട്? ഇത് നമുക്ക് ഫൈനൽ 7 ലക്ഷത്തിന് നമ്പർ ആയി കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി കേരള നമ്പർ ആയി കൊടുക്കാം. അടിപൊളി. 7 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പേപ്പർ ആക്കി തരും. ഏകദേശം ഒരു 10-60 രൂപ പേപ്പർ ആക്കാനും വേണം അല്ലേ? 50 രൂപ എന്തായാലും വേണ്ടേ? വേണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് 7 ലക്ഷം രൂപയ്ക്ക് തരാം. നെഗോഷ്യബിൾ ആണോ എന്തെങ്കിലും? ചെറുതായി നമുക്ക് ചെയ്യാം. ലോണും ഫുൾ ഏകദേശം ഒരു 5 ഒക്കെ കയറുമോ ലോണ്? നമ്പർ ആയാലും 4-5 വരെ കയറും അല്ലേ? ഓക്കെ, അത് അടുത്ത ഇതാണെങ്കിലോ? ഇത് 2012 G4 ആണ്. 14 G4. 12 രാജസ്ഥാനാണ് കേട്ടോ. അതെ, 12 രണ്ടാമത്തെ വണ്ടിയാണ്. ഒരു V ഉണ്ട്, G4 ഉണ്ട്. ഇത് പിന്നെ കിലോമീറ്ററോ? ഇത് 1.10 മീറ്ററിലുള്ളത്. പക്ഷേ ജെനുവിൻ അല്ല. 12 ആയതുകൊണ്ട് 1.10 ഒരിക്കലും ആവില്ല. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് അല്ലേ? അതെ, സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന സാധനം. അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ വണ്ടിക്കും ഉണ്ടാവും. അതെ. പിന്നെ ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 6.4 ഫൈനൽ കൊടുക്കാം. 6.4 ഫൈനൽ എന്തായാലും ചെയ്ത് കൊടുക്കാം. പേപ്പർ ആക്കി കേരള നമ്പർ ആക്കി കൊടുക്കാം. അതായത് നമ്മുടെ വീഡിയോ നമ്പർ ആക്കി പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ അല്ലേ? റോഡ് മാസ്റ്റർ വീഡിയോ കണ്ടുവരുന്നത് പറയണം. 6,25,000 രൂപ. 6,25,000. ഏകദേശം ഒരു 5 രൂപന്റെ അടുത്ത് ലോൺ കയറുമോ? 4-4.5 ലോൺ കയറും. നമ്പർ ആയിട്ടേ കയറും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് നല്ല വർക്കൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. 13 രജിസ്ട്രേഷൻ. ക്രിസ്റ്റയുടെ വീലുണ്ട്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഉണ്ട്, LED ടൈലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. 12-13 അല്ലേ? 12-13 വണ്ടി. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടി ഒരു പ്രത്യേക കളറും കൂടി കേട്ടോ. അതെ, നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇത് ക്രിസ്റ്റയുടെ വീലൊക്കെ എങ്ങനെയാലും ഒരു 1 അടുത്ത് ചെലവ് വരും അല്ലേ? എങ്ങനെ? എല്ലാം കൂടി 1 ലക്ഷം രൂപ ആക്സറീസ് ഉണ്ടാവും. സീറ്റ് കവർ ഇപ്പോൾ പുതിയ ചെയ്തതാണ്. നല്ല നീറ്റാട്ടോ. ഇത് V ആയിരുന്നോ വണ്ടി? V ആണ് അല്ലേ? വീല് മാറ്റി ചെയ്തതാണ്. അതെ. അപ്പൊ എന്തായാലും 12 മോഡൽ 13 രജിസ്ട്രേഷൻ V ഓപ്ഷൻ വണ്ടി. എന്താ വില? സെക്കൻഡ് ഓണർ ഇപ്പൊ കേരള നമ്പർ ആയ വണ്ടി. ഇപ്പൊ അല്ല, 4 വർഷം എന്തായാലും ആയി. KL57 ആണ്. കിലോമീറ്റർ അറിയോ? എങ്ങനെ? കിലോമീറ്റർ 1.90. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ ഹിസ്റ്ററിയുള്ള വണ്ടി. ശരി, എന്താ വില? ഇത് നമുക്ക് 7.20 ചോദിക്കുന്നത്. 7.20 അല്ലേ? അത് അത്രയും സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. 7,20,000 രൂപ. അത് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവൂലേ? ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ പിന്നെ ലോൺ റെഡിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാം. ആയതുകൊണ്ട് അല്ലേ? അടുത്തത് ജാർഖണ്ഡ്. ഇത് ജാർഖണ്ഡ് അല്ലേ? ഗുജറാത്ത് അല്ലേ? സോറി. ഇത് മോഡൽ ഏതാ? ഇത് 2012 സെക്കൻഡ് ഓണർ V വണ്ടി. മൊത്തം 12 ആണല്ലോ? 12 ആണ്. അതെ അല്ലേ? അതെ, 12 സെക്കൻഡ് ഓണർ V ഓപ്ഷൻ അല്ലേ? ഇതും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അന്നത്തെ അത്യാവശ്യം മോശമില്ലാത്ത ടയർ കാര്യങ്ങൾ, അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി വൈസ് നല്ല നീറ്റാണ്. ഇന്റീരിയറും എല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ട് അല്ലേ? ഒക്കെ പക്കയാണ്. സീറ്റ് കവർ എല്ലാം ഏകദേശം സെയിമാ. പുതിയ ചെയ്തതാണ്. അതെ. റീപ്ലേസ് ആക്സിഡന്റ്? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. 12 ആകുമ്പോൾ പിന്നെ ബോണ്ടൊക്കെ മാറൂലേ? അല്ല, 12 മാറേണ്ടി ടൈപ്പ് 3 ആണല്ലോ അല്ലേ? ശരി, ഫ്രണ്ട് ഗ്രില്ലും സാധനങ്ങൾ മാത്രമേ മാറുള്ളൂ. ഇത് നമുക്ക് എന്താ വില? ഇത് നമ്മൾ 6.90 ചോദിക്കുന്നത്. നമ്പർ ആക്കിയിട്ട്, അതായത് നമ്പർ ആക്കിയിട്ട്. ഓക്കെ, അതില് പിന്നെ കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞേ? ഇത് കിലോമീറ്റർ 1.66 റേഞ്ച് തോടുണ്ട്. ജെനുവിൻ ആയിരിക്കും ഏകദേശം. ചെക്ക് ചെയ്യേണ്ടി, പുതിയ സ്റ്റോക്ക് കയറിയ വണ്ടിയാണ്. അതെ, മാത്രമല്ല നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒന്നും നോക്കണ്ട, എല്ലാം ചെക്ക് ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും. നെറ്റിൽ മോഡലിൽ കൊടുക്കുന്ന സാധനമാണ്. നമ്മൾ പറഞ്ഞ പോലെ അല്ല, നിങ്ങൾ വരുമ്പോൾ നോക്കിയിട്ട് എടുത്തോളൂ. 6.90 അത് എടുക്കാം. ക്രിസ്റ്റ ആണെങ്കിലോ? ക്രിസ്റ്റ 2016 2.8 G ഓട്ടോമാറ്റിക്. 16 2.8 അല്ലേ? ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ഓട്ടോമാറ്റിക് G4 അല്ലേ? അതെ. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി. ഇന്റീരിയർ മോശമൊന്നുമില്ല.
പിന്നെ സീറ്റ് കവറൊക്കെ മാറ്റി ചെയ്താണ്. അതെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യമായിട്ടൊന്നുമില്ല. ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് അല്ലേ? 16 പറഞ്ഞ മോഡല്? 16 അതായത് ക്രിസ്റ്റയുടെ ഫസ്റ്റ് വണ്ടി. പിന്നെ ടൈപ്പ് 3 നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 20 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. തട്ടിയിട്ടൊന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല? അല്ലല്ല, നമ്മളിവിടെ 1.5 മാറിയതാണ്. ശരി, എന്താ വില? ഇത് നമുക്ക് ഓഫർ റേറ്റിൽ 12.25 നമ്പർ ആയി കൊടുക്കാം. 12,75,000 രൂപ. കേരള നമ്പർ ആക്കി പേപ്പർ ആക്കിയിട്ട് അത് ഓട്ടോമാറ്റിക് വണ്ടിക്കോ? കൊടുക്കാം. അതെയോ? അത് മോശമല്ല, നല്ല പ്രൈസ് അല്ലേ? നല്ല വില. കിലോമീറ്റർ എത്ര വരുന്നു പറഞ്ഞാൽ? 190 സംതിങ് കൂടി. ജെനുവിനാ? വണ്ടി. അടുത്ത സിംഗിൾ ഓണറാ? അവിടെ സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, അത് 12.75 അല്ലേ? 12.75 കേരള നമ്പർ ആയി കൊടുക്കാം. ഒട്ടും കൂടുതലല്ല അല്ലേ? അതും 2.8 2.8 G4. ഓക്കെ, അത് നിങ്ങൾ വേണേൽ നോക്കിയാൽ അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വിലക്ക് തരുന്നത്. മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഒരു വണ്ടി വെള്ള ഉണ്ടല്ലോ, ഇതോ? ഇത് 2011 V. 11 ഫുൾ ഓപ്ഷൻ അല്ലേ? 11 ഫുൾ ഓപ്ഷൻ. കിലോമീറ്റർ ഇത് 1 സംതിങ് ഓടിയുണ്ട്. 2ന്റെ അടുത്ത് ഓടിയുണ്ട്. 2ന്റെ ഒക്കെ അടുത്തും 2ന്റെ പുറത്തൊക്കെ ഓടി ഉണ്ടാവും അല്ലേ? ഉറപ്പൊന്നുമില്ല, ചെക്ക് ചെയ്തെടുത്തോളാം. കമ്പനി വന്ന സീറ്റൊക്കെയാണ് കാണുമ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ട്. അതെ. ടയർ ടൈപ്പ് 4 നമ്മൾ ചെയ്തതാണ്. അതെ, നമ്മൾ കൊണ്ടുവന്ന് ചെയ്താണ്. അതായത് ബോണറ്റ്, ഗ്രില്ല്, സാഗലതും മാറി, ഫുള്ള് മാറി. ഫെൻഡറും എല്ലാം മാറി. അപ്പൊ എന്തായാലും തട്ടുമുട്ടുണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണൊന്നും പ്രശ്നമില്ലല്ലോ. ഇല്ല. കാരണം ഇതൊക്കെ മാറുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇല്ല. ശരിക്കും നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5.25 ചോദിച്ചിരുന്ന വണ്ടിയാണ്. നമുക്ക് ഒരു 5.5 ഫൈനൽ ചെയ്യാം. കേരള നമ്പർ ആക്കിയിട്ട്. എന്തെങ്കിലും കുറയാണ്ടോ? അതിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്ത റിന്യൂവൽ കൂടി എടുത്തു കൊടുക്കാം. ഈ വർഷം 5 വർഷത്തെ പേപ്പർ കൂടി എടുത്തിട്ട് കൊടുക്കാം. എന്തായാലും 2011 വണ്ടിയാണ് നിങ്ങൾക്ക് 5,50,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. റിന്യൂവൽ എടുത്തിട്ടുള്ള റേറ്റ് അതാണ് അത്ര ഫൈനൽ. എന്തായാലും റിന്യൂവൽ എടുക്കണമെങ്കിൽ തന്നെ 10-25 രൂപ ചെലവ് വരും. ചെയ്ത് കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണേൽ നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്ലീൻ പീസ് വണ്ടികളാണ് എല്ലാം തന്നെ. ഒരു വണ്ടിയിൽ കാര്യമായ അപാകതകളൊന്നും ഇല്ല എന്നുള്ളത് കാര്യം ഗ്യാരണ്ടിയാണ്. ഈ മിനി കൂപ്പറൊക്കെ വേണേൽ നോക്കി, അതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇങ്ങനെ ഇത്രയും ക്വാളിറ്റി ഉള്ളത്. ഷെബി ബ്രോ, എന്തായാലും നമ്പർ വെച്ച് നിങ്ങൾ വിളിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം. ഫോട്ടോസ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെന്യൂ കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? വെന്യൂ ഏതാ ബ്രോ മോഡല്? ഇത് IMT ആണ്. 2021 വണ്ടി. 21 IMT ഇന്റലിജന്റ് മാനുവൽ ഇല്ലേ? അതെ. അതൊരു വെറൈറ്റി സാധനം തന്നെയാണ്. അതായത് ഗിയർ ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവില്ല. ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഓപ്ഷൻ ആണ്. അതെ അല്ലേ? അതായത് SX ഓപ്ഷനിലാണ് അല്ലേ? അതെ. ഇത് കിലോമീറ്ററോ? ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 1 ലിറ്റർ ടോപ്പ് പോയാ? 1 ലിറ്റർ ടോപ്പ് ആണ് അല്ലേ? അത്യാവശ്യം നല്ല പവർ ഉള്ള വണ്ടിയാണ്. എക്സാക്ട് കിലോമീറ്റർ 34,858 അല്ലേ? അത്ര ഓടിയിട്ടുള്ളൂ. ഒരുവിധം എല്ലാവിധ സംഗതികളും. ഇത് SX ആവുള്ളൂ അല്ലേ? SX ഓപ്ഷനിലല്ല അല്ലേ? പിന്നെ സീറ്റ് കവർ ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? സൺറൂഫ് വന്നിട്ടുണ്ട് SX-ല്. എന്തായാലും IMT ആണ്. അത്യാവശ്യം നല്ല വൃത്തിയോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന, കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. കേരള വണ്ടി അല്ലേ? കേരള 21 7 മാസം ഇറങ്ങിയ വണ്ടിയാണ്. നല്ല നീറ്റാണ്. സിംഗിൾ സ്ക്രാച്ചും ഇല്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഷോറൂം സർവീസ് കാര്യങ്ങളുള്ള വണ്ടി. വിലയോ? വില 790 നമ്മൾ ചോദിക്കുന്നത്. 790. ഇത് പുതിയ എനിക്ക് തോന്നുന്നു 10-14 ലക്ഷം രൂപ വിലയില്ലേ? ഇപ്പൊ വില കുറഞ്ഞിട്ട് ആ വിലയുണ്ട് അല്ലേ? 13 സംതിങ് ഉണ്ട്. അതെ. അപ്പൊ എന്തായാലും 7,90,000 രൂപ എനിക്ക് തോന്നുന്നു ഒരു സ്വിഫ്റ്റ് കൊടുക്കണ്ടേ അല്ലേ? ഒരു സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് 22 വണ്ടി കൊടുക്കണ്ടേ വില? അത് വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ട് ലാഭമാണ്. SUV ആയി. അതെ, അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് മാത്രമല്ല ഹ്യുണ്ടായി ആണ്, പ്രീമിയം വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട്. ഈ അവസരങ്ങൾ കളയണ്ട. റീ രജിസ്ട്രേഷനിലുള്ള നല്ല അടിപൊളി ഒരു അമേസ് അല്ലേ? സാധാരണ നമ്മൾ ഈ ഇന്നോവ, ക്രിസ്റ്റ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാറുള്ളൂ. റീല് ഇത് കാണൽ കുറവാണ്. ഇതിപ്പോ ശരിക്കും ഏതാ മോഡല്? 2018 വണ്ടി. 18 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക് VX അല്ലേ? അതെ. 10-24 കിലോമീറ്റർ മൈലേജ് എങ്ങനെ പോയാലും കിട്ടും. 20 പുറത്ത് കൺഫേം ആയിട്ട് കിട്ടും. പിന്നെ ആലോചിക്കണം ഓട്ടോമാറ്റിക് CVT അല്ലേ? CVT അതും ഡീസൽ വരുന്നത് നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ CVT ഓട്ടോമാറ്റിക് ഒക്കെ കൂടുതൽ കേരള വണ്ടിനേക്കാളും ഈ വണ്ടികളെ ഉള്ളൂ അല്ലേ? അതെ. പിന്നെ ഇത് ഡീസൽ CVT ഓൾറെഡി കുറവാ വണ്ടികൾ തന്നെ ഇല്ല. AMT മാത്രമാണ് ചെറിയ വണ്ടി. ഇത് പിന്നെ മോഡൽ 18 അല്ലേ പറഞ്ഞേ? 2018 വണ്ടി. കിലോമീറ്ററോ? 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ഉള്ള വണ്ടി. 60,000 വളരെ ലോ കിലോമീറ്റർ അല്ലേ? അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്ന് ആലോചിക്കണം. ഇതിപ്പോ കേരള വണ്ടിയാണെങ്കിൽ എന്ത് വില ഉണ്ടാവും? ഏകദേശം ഒരു 8-8.5 റേഞ്ച് വരുന്നുണ്ട്. ഒരു 7.25 to 8-8.5 റേഞ്ചിലൊക്കെ ഉണ്ടാവും അല്ലേ? വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച്. അതെ. പിന്നെ ലോ കിലോമീറ്റർ വണ്ടി കിട്ടാനില്ല. അതാണ്. ഈ വക വണ്ടികള് ഡീസൽ വണ്ടി വളരെ കുറവാണ്. ഇത് നമുക്ക് എന്താ വില എന്താ വരുന്നത്? നമുക്ക് എയർക്ക് നമ്പർ ആക്കി കൊടുക്കാം. കേരള നമ്പർ ആക്കി 7,50,000 നമ്പർ ആക്കി. പേപ്പർ ആക്കാനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട്? ഒരു 80 റേഞ്ച് വരും. ഒന്നിനുള്ളിൽ വരും അല്ലേ? ഒന്നിനുള്ളിൽ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 6-6.25 റേഞ്ചിൽ നമുക്ക് വണ്ടി കിട്ടും അല്ലേ? മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കാണിച്ചാലോ? ലാസ്റ്റ് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക്. അതായത് 110 PS വരും. അതെ. AMT അല്ലേ? AMT കേരള വണ്ടി തന്നെയാ? കേരള ഒറിജിനൽ കേരള വണ്ടി. മോഡലോ?
ഓണർ സെക്കൻഡ്. അല്ല മോഡൽ 2016 വണ്ടി. 16 ഓട്ടോമാറ്റിക് AMTയിൽ വരുന്ന ഡീസൽ വണ്ടി. 110 PS ആയതുകൊണ്ട് പവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പവറിനൊന്നും ഒരു കുറവില്ലാത്ത വണ്ടിയാണ്. അതെ, ന്യൂ ഷേപ്പ് വന്ന വണ്ടിയും കൂടിയാണ്. ലാസ്റ്റ് വന്ന ഫേസ് ആണ്. ഇതിൽ റീപ്ലേസ്മെന്റ് ഉണ്ടോ ബ്രോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞേ? കിലോമീറ്റർ 1 റേഞ്ചിന്റെ ഓടിയുണ്ട്. 1 റേഞ്ച് ഓടിയുണ്ട് അല്ലേ? അത് ഹിസ്റ്ററി ഒക്കെ പക്കയാണോ? ഉണ്ട്, റീപ്ലേസും ഇല്ല. അടിപൊളി. ആ ലെവലൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. അപ്പോൾ നമ്മളെന്താ ചോദിക്കുന്നല്ല? ഇത് നമുക്ക് ഫൈനൽ ഒരു 5 രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ അല്ലേ? അതും ആലോചിക്കണം, ഓട്ടോമാറ്റിക് ആണെന്നല്ലേ? 2016 ന്യൂ ഷേപ്പ് വണ്ടി. അതെ, 16 ന്യൂ ഷേപ്പിൽ അതിൽ ഓട്ടോമാറ്റിക്. 4-4.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. എനിക്കൊന്ന് 5 ഒക്കെ കയറില്ലേ ശരിക്കും? നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 5 വരെ ചെയ്യാം. ഒരു ധൈര്യത്തിന് നമ്മൾ പറയുന്നത്. അതെ. ചിലപ്പോൾ ഇനിയിപ്പോ കയറി കച്ചറ ഉണ്ടാക്കും അല്ലേ? ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിലേ കിട്ടുള്ളൂ. ബാങ്കുകാർ കാണുമ്പോൾ നിങ്ങൾ ഉടായിപ്പാൻ തോന്നരുത് മിനിമം. അപ്പോൾ മാക്സിമം ലോൺ കയറും കേട്ടോ. അപ്പോൾ എന്തായാലും 16 മോഡലിൽ നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ട, കോൺടാക്ട് ചെയ്തോളൂ. ഷെബി നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ വരിക, ഡിവൈൻ ഡ്രൈവിൽ വന്ന വണ്ടി എടുത്തുകൊണ്ട് പോകും അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡിവൈൻ ഡ്രൈവിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ അടിപൊളിയല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഇൻട്രോയിൽ നിങ്ങളോട് പറഞ്ഞു, ആ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും 100% ക്വാളിറ്റി ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മാക്സിമം വിലയും കൊടുത്തു കൊടുക്കാം അല്ലേ? നല്ല റേറ്റ് കൊടുക്കാം. എല്ലാം പ്രൈവറ്റ് വണ്ടികൾ, ടാക്സി ഓടിയ വണ്ടികളില്ല. അതായത് ഓടി നാശമായ വണ്ടികളൊന്നും നമ്മളില്ല. അതായത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച വീഡിയോസിലൊക്കെ നമ്മൾ അങ്ങനത്തെ കാണിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനത്തെ കാണിക്കുള്ളൂ അല്ലേ? ധൈര്യമായിട്ട് വരിക. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ, ഏത് വണ്ടിയാണെങ്കിലും അല്ലേ? പിന്നെ വേറെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ചെയ്ത് കൊടുക്കാം. പേപ്പർ ആക്കാനും ആക്കേണ്ടി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കൊടുക്കാം. കാശ് തന്നാൽ അല്ലേ? എങ്ങനെ വേണം ചെയ്തു തരും. ഓക്കെ, അപ്പം ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.